ഗുരുവായൂരിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. എല്ലാവരും കൃത്യസമയത്തു തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ബസ്സിൽ കയറി. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കായിരുന്നു. ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നടയിലാണുള്ളത്. ഏകദേശം ഒരു 3 മണിക്ക് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കാണ് നട തുറന്നത്. പിന്നെ ഞങ്ങൾ പോയത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളിപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലാണുള്ളത്. നല്ല തിരക്ക് കാണുന്നുണ്ട്. ചെന്ന് നോക്കാനുള്ള അവസ്ഥ. അന്നദാന പ്രഭുവായി മഹാദേവനെ ആരാധിക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണിത്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ 3 ക്ഷേത്രങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, കടുത്തുരുത്തി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. തുല്യ അകലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തിയാൽ കൈലാസത്തിലെത്തി സാക്ഷാൽ പരമശിവനെ ദർശിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ഞങ്ങളിപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണുള്ളത്. സമയം 7 മണിയായി. നല്ല ദർശനം കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വലിയ തിരക്കൊന്നുമില്ല. നമ്മളെവിടെയാണ്? കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കടുത്തുരുത്തി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ഞങ്ങളിപ്പം ഉള്ളത് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടുകൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ. ശബരിമലയിൽ ആദ്യമായി വരുന്ന കന്നി അയ്യപ്പന്മാരാണ് പേട്ടതുള്ളുക. മുഖത്ത് ചായം തേച്ച് തടികൊണ്ടുള്ള ആയുധങ്ങളും ആയി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. പേട്ടതുള്ളുന്നവർ അയ്യപ്പ ക്ഷേത്രത്തിനും വാവരുപള്ളിക്കും ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. കുളി കഴിഞ്ഞ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്രം സന്ദർശിച്ച് അയ്യപ്പനിൽ നിന്ന് ശബരിമല കയറുവാനുള്ള അനുവാദം വാങ്ങുന്നു. എരുമേലിയിൽ നിന്ന് നിലയ്ക്കലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ നിന്ന് KSRTC ബസ്സിൽ മാത്രമേ പമ്പയിലേക്ക് പോകാൻ കഴിയൂ. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഏകദേശം 19 കിലോമീറ്ററിന് 50 രൂപയാണ് ബസ് ചാർജ്.
പമ്പയിലെ കുളി കഴിഞ്ഞ് ഈറനെടുത്തുകൊണ്ട് ഭസ്മം ധരിച്ച് പമ്പാ ഗണപതിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് തേങ്ങയൊടിച്ചുകൊണ്ടാണ് ഓരോ ഭക്തനും അയ്യപ്പനെ കാണാനുള്ള യാത്ര തുടങ്ങുന്നത്. പമ്പാ സ്നാനവും കഴിഞ്ഞ് ഞങ്ങൾ മല കയറാൻ ആരംഭിച്ചു. ഇനി നീലിമലയും അപ്പാച്ചിമേടും ശബരീപീഠവും ശരംകുത്തിയാലും കടന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ദൂരമുണ്ട് സന്നിധാനത്തിലേക്ക്. അയ്യപ്പ ഭക്തിയുടെ മാനസലഹരിയിൽ ദേശഭാഷാ വ്യത്യാസമില്ലാതെ ഏവരും ഒരേ വഴിയിലേക്ക്. തത്വമസി എന്ന ആത്മതത്വത്തെ അറിയാൻ പുണ്യപാപ ചുവടുമായി ശബരീശ സന്നിധിയിലേക്ക്.